friends, welcome back. New grammar episode of English Guru. I'm Rasheed from English Guru. Today we're going to discuss question tag. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ക്വസ്റ്റ്യൻ ടാഗ്സ് ആർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അറ്റ് ദി എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ഫോർ മേക്കിംഗ് കൺഫർമേഷൻ. അതായത് ഒരു പ്രസ്താവന ഉറപ്പുവരുത്താൻ വേണ്ടി ചോദിക്കുന്ന ചെറു ചോദ്യങ്ങളെയാണ് എന്ത് പറയുക? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാം. അപ്പോൾ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ദേ ആർ ഫ്രണ്ട്സ്. ആറിൻ്റെ ദേ, അവർ ഫ്രണ്ട്സാണ് അല്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചു അല്ലേ എന്നുള്ള ആ ചെറു ചോദ്യം, അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഹാവ് ലുക്ക് അറ്റ് ദ ബോർഡ്. യു ആർ ലേറ്റ്. ആറിൻ്റെ യു. ഹി കാൺ സിംഗ്. ക്യാൻ ഹി. ഇവിടെ പറഞ്ഞിട്ടുള്ള ആറിൻ്റെ യു, അതുപോലെ തന്നെ ക്യാൻ ഹി, ഇവ രണ്ടുമാണ് എന്ത്? ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ, നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുക. യു ആർ ലേറ്റ്, നീ ലേറ്റ് ആണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ടാഗ് വന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യം, ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ് ടാഗ് വിൽ ബി നെഗറ്റീവ് ആൻഡ് വൈസ് വേഴ്സ. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നെഗറ്റീവ് ടാഗ് വിൽ ബി പോസിറ്റീവ്. ഇവിടെ നോക്കി, ഇവിടെ ആറിൻ്റെ യു, ആറ് എന്നുള്ള ഓക്സിലറിയോട് കൂടി നോട്ട് ചേർന്ന് അപ്പോൾ ഇത് നെഗറ്റീവായി. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നെഗറ്റീവ് ഇല്ല, കാരണം ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ടാഗ് എന്തായി? പോസിറ്റീവായി. ഇതാണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇനി ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്ത് നോക്കിയിട്ട് നമുക്കിത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് സംഗതി, ഹീ ഈസ് എ ടീച്ചർ. ഇതെങ്ങനെ ചെയ്യാം? ഇത് ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു കോമ ഇടാം, എന്നിട്ട് 2 വര വരയ്ക്കാം. ഓക്കെ. ഇനി രണ്ടാമത്തെ വരയിൽ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് അഥവാ കർത്താവ് ഹി അല്ലേ, ഈ സബ്ജക്റ്റിനെ നമ്മൾ രണ്ടാമത്തെ വരയിൽ കൊണ്ടേ ഇടാം. ഇനി ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് അടങ്ങിയിട്ടുണ്ടോ എന്നാണ്. ഓക്സിലറി വെർബ്, ഹെൽപ്പിംഗ് വെർബ്, ഈസ്, ആം, ആറ്, ക്യാന്, കുഡ്, ഷാള്, ഷുഡ്. നോക്കുക, ഇവിടെ അല്ലേ ഒരു ഈസ്. എന്ത് ചെയ്യുക? ഇവിടെ ഒരു വരി ഉണ്ട്. ഈ ഈസ് ഈ ഫസ്റ്റ് വരിയിൽ ഇതാ ഈസ് ഹി. നമ്മൾ ഫസ്റ്റ് പഠിച്ചൊരു ബേസിക് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഈസിനോട് കൂടി ഒരു നോട്ട് ചേർക്കുക. ഈസിൻ്റെ ഹി, ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഹീസ് എ ടീച്ചർ, ഈസിൻ്റെ ഹി. ബാക്കിയുള്ളത് ചെയ്യില്ലേ? യെസ്, കം ഓൺ വിത്ത് ബി. ദേ ആർ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആണ്. കോമ, 2 വര വരയ്ക്കുക. രണ്ടാമത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? സബ്ജക്റ്റിന് എടുത്ത് ചെയ്താൽ ദേ ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി ഓക്സിലറി വേർബ് ഉണ്ടോ? ഇല്ലേ? ആറ് ഇവിടെ എടുത്ത് ചെയ്താൽ. ഇനി ദേ ആർ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ടാഗ് നെഗറ്റീവ് ആക്കണം. ആറിൻ്റെ ദേ. മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കുക, രാജു വിൽ കം ടുമോറോ. കോമയിട്ടു, 2 വര വരച്ചു. ഇവിടെ രണ്ടാമത്തെ വരയിൽ നമ്മൾ സബ്ജക്റ്റ് ആണ്, ഇവിടെ രാജു ആണ്. അപ്പോൾ രാജു എന്ന് എഴുതിയിട്ട് അതിൻ്റെ പ്രോണൗൺ എഴുതണം, അഥവാ ഹി. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഓക്സിലറി വെർബ് ഉണ്ട്, ഏതാണ്? വില്ല്. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, അപ്പോൾ നമ്മൾ നെഗറ്റീവ് എഴുതണം. ഇവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കുക, വിൽ പ്ലസ് നോട്ട്. വിൽ പ്ലസ് നോട്ട് ഈക്വൽ ടു വോണ്ട് ആണ്. വില്ലിൻ്റെ നെഗറ്റീവ് വോണ്ട് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? വോണ്ട് ഹി. ഓക്കെ. നെക്സ്റ്റ്, ഹീ കാൺട് ഗോ. കോമ, 2 വര. രണ്ടാമത്തേൽ എന്ത് ചെയ്യണം? ഹീ. ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി കാൺട് ഗോ, ഹീ കാൺട് ഗോ, അവന് പോവാൻ കഴിയില്ല. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആയാൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സിമ്പിളാണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ആ ഓക്സിലറിയോട് കൂടിയിട്ടുള്ള നോട്ട് ഒഴിവാക്കിയാൽ മതി. അഥവാ കാണ്ടിനോട് കൂടിയുള്ള നോട്ട് ഒഴിവാക്കിയാൽ എന്തായിരിക്കും വരിക? വെറും ക്യാൻ ആയിരിക്കും വരിക. ക്യാൻ ഹി. ഓക്കെ. നെക്സ്റ്റ്, വി ആറിൻ്റെ ലേറ്റ്. ഇതും ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2 വര. രണ്ടാമത്തേൽ സബ്ജക്റ്റ് ആയിട്ടുള്ള വി എടുത്ത് എഴുതി നമ്മൾ. ഇനി എന്താണ്? ആറിൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അഥവാ ഓക്സിലറിയോട് കൂടിയിട്ട് നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഓക്സിലറിയോട് കൂടിയുള്ള നോട്ട് ഒഴിവാക്കിയിട്ട് ഓക്സിലറി മാത്രം എടുത്ത് ചെയ്താൽ ആർ വി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഹീസ് എ ടീച്ചർ, ഹീസ് ഇൻ ഹി. ദേ ആർ ഫ്രണ്ട്സ്, ആർ ഇൻ ദേ. രാജു വിൽ കം ടുമോറോ, വോണ്ട് ഹി. ഹി കാൺട് ഗോ, ക്യാൻ ഹി. വി ആർ ഇൻ ലേറ്റ്, ആർ വി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് വിത്ത് ഓക്സിലറി വെർബ് ആണ്. നമുക്കൊക്കെ ഇവിടെ ഒരു ഓക്സിലറി വെർബ് കാണാൻ സാധിക്കും. ഇതിലൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ചിലപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ വരുന്ന, അല്ലെങ്കിൽ തെറ്റ് വരാൻ സാധ്യതയുള്ള ഒന്നാണ്.
നമ്മൾ ശ്രദ്ധിക്കുക നോക്കാം. ഇവിടെ ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ കോമ ഇട്ട് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് 2 വര. രണ്ടാമത്തിൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഐ എടുത്ത് എഴുതി. ഇവിടെ എന്താണ് ആം ആണ് ഓക്സിലറി. അപ്പോൾ നമ്മൾ സാധാരണ എഴുതുക ആമിൻ്റെ ഐ എന്നാണ്. ഇത് തെറ്റാണ്. ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അഥവാ ആം ഇങ്ങനെ പോസിറ്റീവിൽ വരികയാണെങ്കിൽ അതൊരിക്കലും ആം നമ്മുടെ എഴുതരുത്. അവിടെ എന്ത് ചെയ്യണം, ആർ എഴുതുക. അപ്പോൾ ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ആറിനോട് കൂടി നോട്ട് ആറിൻ്റെ ഐ. ആം എ ടീച്ചർ ആറിൻ്റെ ഐ. ആം ബിസി ആറിൻ്റെ ഐ. ദെൻ ആം എ സ്റ്റുഡൻറ്റ് ആറിൻ്റെ ഐ. ഇനി ഇതിന് നെഗറ്റീവ് വന്നാൽ പ്രശ്നമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇങ്ങോട്ട് നോക്കാം, ഐ ആം നോട്ട് എ ടീച്ചർ, ഞാനൊരു ടീച്ചർ അല്ല. ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ 2 വര വരച്ചു. രണ്ടാമത്തിൽ നമ്മൾ ഐ എന്നുള്ള സബ്ജക്റ്റ് എടുത്ത് എഴുതി. ഇവിടെ ആം നോട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ ആ ഓക്സിലറിയോട് കൂടിയിട്ടുള്ള നോട്ട് ഒഴിവാക്കിയാൽ മതി. ആം നോട്ടിനോട് കൂടിയുള്ള നോട്ട് ഒഴിവാക്കി എന്തായിരിക്കും വരിക, വെറും ആം ആണ് വരിക. ആം ഐ. ദെൻ ആം നോട്ട് ബിസി, ആം ഐ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് വിത്തൗട്ട് ഓക്സിലറി ചെയ്യാം. നമ്മൾ വിത്ത് ഓക്സിലറി മനസ്സിലാക്കി. ഇപ്പോൾ യു ആർ ലേറ്റ്, ആറിൻ്റെ യു. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഐ റീഡ് ന്യൂസ് പേപ്പർ, ഹി പ്ലേസ് ക്രിക്കറ്റ്, ഐ ടോൾഡ് യു സോ. ഇതിലൊക്കെ ഓക്സിലറി വേർബ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഓക്സിലറി വേർബ് ഇതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഓക്കെ, ഹാവ് ലുക്ക് അറ്റ് ദ ബോർഡ്. ഐ റീഡ് ന്യൂസ് പേപ്പർ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫസ്റ്റ് കോമ ഇടാം, 2 വര വരയ്ക്കുക. രണ്ടാമത്തെ വരയിൽ ഇതിൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഐ എടുത്ത് ചെയ്താൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അപ്പോൾ പകുതിയായി. ഇനി നമ്മൾ നോക്കുക, ഇതിൽ മെയിൻ വേർബ് ആയിട്ടുള്ള റീഡ്. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ റീഡ്, ഇത് V1 ആണ് സിമ്പിൾ പ്രസൻറ്റിൽ. വെറും റീഡാണ്, റീഡിങ് അല്ല. റീഡിനോട് കൂടി ഒന്നുമില്ല, റീഡ്സ് അല്ല. അപ്പോൾ ഇത് V1 ആണ്. അപ്പോൾ ഇങ്ങനെ V1 മാത്രം വരുമ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ V1 മാത്രം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡു ചേർത്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയാൽ ടാഗ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡൂനോട് കൂടിയിട്ട് എന്ത് ചേർക്കുക, നോട്ട് ചേർക്കുക. അപ്പോൾ ഡോണ്ട് ഐ. ഐ റീഡ് ന്യൂസ് പേപ്പർ, ഡോണ്ട് ഐ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കുക, ഹി പ്ലേസ് ക്രിക്കറ്റ്, കോമ ഇട്ടു, 2 വര വരച്ചു. രണ്ടാമത്തെ വരയിൽ നമ്മൾ സബ്ജക്റ്റ് ആയിട്ടുള്ള ഈ എടുത്തെഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഇനി നമ്മൾ നോക്കേണ്ടത് മെയിൻ വേർബ് ആയിട്ടുള്ള പ്ലേസ് ആണ്. പ്ലേ അല്ല, പ്ലേ അല്ല. ഇവിടെ റീഡ് മാത്രമായിരുന്നു. ഇവിടെ പ്ലേനോട് കൂടിയിട്ട് എന്തുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക, യെസ് ഉണ്ട്. അപ്പോൾ V1 കൂടി വെർബിനോട് കൂടി യെസ്സോ ഇഎസ്സോ വരികയാണെങ്കിൽ അവിടെ ഡു അല്ല ചേർക്കേണ്ടത്, ഡെസ് ആണ്. ഓക്കെ, വൺസ് മോർ, വെർബിനോട് കൂടിയിട്ട് യെസ്സോ ഇഎസ്സോ വരികയാണെങ്കിൽ എന്ത് ചേർക്കണം, ഡെസ് ചേർക്കണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തി, ഡെസ് ഇട്ടു. ഹി പ്ലേസ് ക്രിക്കറ്റ്, ഡസ് ഹി. പക്ഷേ ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയപ്പോൾ നമ്മളിവിടെ ടാഗിനോട് കൂടി നോട്ട് ചേർത്തു, ഡസിൻറ്റ് ഹി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐ ടോൾഡ് യു സോ, കോമ 2 വര. രണ്ടാമത്തെ നമ്മൾ സബ്ജക്റ്റ് ഐ എടുത്തെഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ വേർബ് ടോൾഡ് ആണ്. ടെൽ, ടോൾഡ് അഥവാ പാസ്റ്റ് ആണ്. V1 അല്ല, V2 ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ V2 പാസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിഡ് ചേർക്കണം. ഡിഡ് ഐ. ഓക്കെ, ഐ ടോൾഡ് യു സോ, ഡിഡ് ഐ. ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഡിഡിനോട് കൂടി നമ്മൾ എന്ത് ചെയ്തു, നോട്ട് ഡിഡിൻറ്റ് ഐ. ഓക്കെ, നെക്സ്റ്റ് ദീപ റോട്ട് എ ലെറ്റർ. ദീപ ഒരു കത്ത് എഴുതി, കോമ 2 വര. ദീപയാണ്. അപ്പോൾ സബ്ജക്റ്റ്, അപ്പോൾ നമ്മൾ പ്രോണൗൺ ആയിട്ട് ഷീ എടുത്ത് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി ശ്രദ്ധിക്കുക, മെയിൻ വെർബ് റോട്ട് ആണ്, V2 ആണ്. റൈറ്റ്, റോട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. V2 വരാണെങ്കിൽ നമ്മൾ മുകളിൽ ചെയ്തു എന്ത്, ഡിഡ് ചേർക്കുക, ഡിഡ് ഷീ. ദീപ കത്ത് എഴുതി, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഡിഡിനോട് കൂടി നോട്ട് ചേർത്തു, ഡിഡിൻറ്റ് ഷീ. ഓക്കെ, ലാസ്റ്റ് സെൻറ്റൻസ്, ഹി ഡിഡിൻറ്റ് കളേഴ്സ്, കോമ 2 വര. രണ്ടാമത്തെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി എടുത്തെഴുതി ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഹി ഡിഡിൻ്റ് ആണ്. ഇത് നെഗറ്റീവാണ്. അവന് നമ്മളെ വിളിച്ചിട്ട് ഇല്ല ചെയ്തിട്ടില്ല എന്നുള്ള അല്ലാതെ എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ഡിഡിൻ്റെ കാളാണ്. അപ്പോൾ ഈ ഡിഡിനോട് കൂടെയുള്ള നോട്ട് ഒഴിവാക്കിയിട്ട് വെറും എന്ത് എഴുതിയാൽ മതി? ഡിഡ് എഴുതിയാൽ മതി. ഡിഡ് ഹി. ഓക്കെ, ഐ റീഡ് ന്യൂസ് പേപ്പർ ഡോണ്ട് ഐ? ഹി പ്ലേസ് ക്രിക്കറ്റ് ഡസൻറ്റ് ഹി? ഐ ടോൾഡ് യു സോ ഡിഡിൻറ്റ് ഐ? ദീപ റോട്ട് എ ലെറ്റർ ഡിഡിൻറ്റ് ഷീ? ഹി ഡിഡിൻറ്റ് കാൾ അസ് ഡിഡ് ഹി? ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു ഗ്രാമർ സെക്ഷനുമായിട്ട് വരും. ഓക്കെ, ബൈ.